ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് നിയമനത്തെ കുറിച്ചാണ്. കറന്റ് അഫയേഴ്സിന്റെ ഭാഗത്തിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതുകൊണ്ട് നന്നായി പഠിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയുള്ള എക്സാംസിന് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കേരള മന്ത്രിസഭയുടെ ക്ലാസ് പ്രത്യേകം ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് മന്ത്രിമാരെ ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. എല്ലാവരും മാക്സിമം ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത് ഡോക്ടർ എ കൗശികൻ. ഡോക്ടർ എ കൗശികനാണ് കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി നിയമിതനായത്. കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു ആണ് കേരളത്തിന്റെ പുതിയ അഡ്വക്കേറ്റ് ജനറൽ. കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി ആസഫ് അലിയാണ് കേരളത്തിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ. 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ് അപ്പു ജോൺ ജോസഫ് ആണ് 16ാം കേരള നിയമസഭയുടെ ചീഫ് വിപ്പ്. അപ്പു ജോൺ ജോസഫ് തൊടുപുഴ മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ ജി സുധാകരനാണ് 16ാം കേരള നിയമസഭയുടെ പ്രോടൈം സ്പീക്കർ. അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച വ്യക്തിയാണ്. 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് 16ാം കേരള നിയമസഭയുടെ സ്പീക്കർ. കോട്ടയം മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാനാണ് 16ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ. അരൂർ മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണ് 16ാം കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. ധർമ്മടം എന്ന മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. സംസ്ഥാനത്തെ പുതിയ എക്സൈസ് കമ്മീഷണർ വി ശ്രീറാം സാംബശിവ റാവു ആണ് സംസ്ഥാനത്തെ പുതിയ എക്സൈസ് കമ്മീഷണർ. കർണാടക സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആണ് കർണാടക സംസ്ഥാനത്തിന്റെ പുതിയ മുഖ്യമന്ത്രി. ബീഹാറിന്റെ 24ാമത് മുഖ്യമന്ത്രി സാമ്രാട്ട് ചൗധരിയാണ് ബീഹാറിന്റെ 24ാമത് മുഖ്യമന്ത്രി. ബീഹാറിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് സയ്യിദ് അറ്റ ഹസ്നൈൻ ആണ് ബീഹാറിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത്. വെസ്റ്റ് ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയാണ് വെസ്റ്റ് ബംഗാളിന്റെ പുതിയ മുഖ്യമന്ത്രി. വെസ്റ്റ് ബംഗാളിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത് ആർ എൻ രവിയാണ് വെസ്റ്റ് ബംഗാളിന്റെ പുതിയ ഗവർണറായി ചുമതലയേറ്റത്. ഡൽഹിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റത് തരൺജിത്ത് സിംഗ്
തരൺജിത്ത് സിംഗ് സന്ധുവാണ് ഡൽഹിയുടെ പുതിയ ലഫ്റ്റനന്റ് ഗവർണറായി ചുമതലയേറ്റത്. പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി എൻ രംഗസ്വാമി. എൻ രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ നിലവിലെ മുഖ്യമന്ത്രി. തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ആണ് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി. തമിഴ്നാടിൻ്റെ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ആണ് തമിഴ്നാടിൻ്റെ പുതിയ ഗവർണർ. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തമിഴ്നാടിൻ്റെ മാത്രമല്ല ഗവർണർ, കേരളത്തിൻ്റെയും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തന്നെയാണ്. ആസമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആസമിൻ്റെ പുതിയ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രി. വി ഡി സതീശൻ എന്നാൽ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്നാണ്. പറവൂർ മണ്ഡലത്തിൽ നിന്നുള്ള വ്യക്തിയാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായത് ജനറൽ എൻ എസ് രാജസുബ്രഹ്മണിയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായി നിയമിതനായത്. ആൻഡമാൻ നിക്കോബാർ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റത് അഡ്മിറൽ വിനീത് മക്കാർത്തിയാണ് ആൻഡമാൻ നിക്കോബാർ കമാൻഡിൻ്റെ കമാൻഡർ ഇൻ ചീഫായി ചുമതലയേറ്റത്. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ. നീതി ആയോഗിൻ്റെ താൽക്കാലിക സിഇഒ ആയി ചുമതലയേറ്റത് നിധി ചിബ്ബറാണ് നീതി ആയോഗിൻ്റെ താൽക്കാലിക സിഇഒ ആയി ചുമതലയേറ്റത്. കേരളത്തിൻ്റെ നിലവിലെ ചീഫ് സെക്രട്ടറി എ ജയതിലക് 50ാമത്തെ ചീഫ് സെക്രട്ടറിയാണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പദവികളാണ്. ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മാറുന്നതാണ് ഇടയ്ക്കിടയ്ക്ക്. അതുകൊണ്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.